അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം അല്ലെ, 10ാം ക്ലാസ്സിലെ പാത്ത് ഓഫ് ഇവല്യൂഷൻ, പരിണാമത്തിൻ്റെ വഴികൾ. ഇത് നമ്മൾക്ക് എളുപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മൊരു കഥ പോലെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതിൽ ആദ്യം പറയണത് എന്താണ്, ഒരാൾ ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് ആശുപത്രി പ്രവേശിപ്പിച്ചു. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്ത്, ഡോക്ടർ പറഞ്ഞു ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്താണെന്ന്, TB ആണെന്ന്, ട്യൂബർക്യുലോസിസ്, ക്ഷയം അല്ലേ. അത് ക്ഷയം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണല്ലേ. ആ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, TB ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡോക്ടർക്ക് അസുഖം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആ അസുഖത്തിന് ഉതകുന്ന മരുന്ന്, ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കും ഡോക്ടർ. അപ്പോൾ 33 ആഴ്ച അദ്ദേഹത്തിനോട് ഈ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു. TB വന്ന വ്യക്തിക്ക് ആ ആൻറ്റിബയോട്ടിക് കൊടുത്തു. നമുക്കൊന്നും തരൂലേ, ചുമയും പനിയൊക്കെ വന്ന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈറൽ ഫീവർ ആണോ ബാക്ടീരിയൽ ഫീവർ ആണോ എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് തരും അല്ലേ. 5 ദിവസം കഴിക്കാൻ 3 ദിവസം കഴിക്കാനൊക്കെ ആയിട്ട് തരും. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അസുഖം മാറും. അപ്പം അതേപോലെ തന്നെ ഈ കുട്ടിയുടെയും എന്ത് ചെയ്തു, അസുഖം മാറി. പക്ഷെ 33 ആഴ്ച അദ്ദേഹം ആൻറ്റിബയോട്ടിക് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി, പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതൊക്കെ ടെസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. പൂർണ്ണമായിട്ട് നല്ല മാറി കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് എന്ത് വരാണ്, ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വരാണ്. അങ്ങനെ വീണ്ടും ഡോക്ടറെ അടുത്ത് സമീപിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് രണ്ടാമതും TB വന്നിരിക്കണം. അപ്പം എന്ത് ചെയ്തു, വീണ്ടും അതേ ആൻറ്റിബയോട്ടിക് തന്നെ വീണ്ടും ഡോക്ടർ കൊടുത്തു. അപ്പം ആദ്യം ആ ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയതാണ്. പക്ഷേ രണ്ടാമത് അതേ ആൻറ്റിബയോട്ടിക് തന്നെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അസുഖം മാറാതെ അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഈ TB ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ സെയിം തന്നെയാണ് അല്ലേ, ഒരേ ബാക്ടീരിയ തന്നെയായിരുന്നു. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ അത് കുറയുകയും രണ്ടാമത്തെ പ്രാവശ്യം അതേ മരുന്ന് തന്നെയാണ്, അതേ ബാക്ടീരിയകൾ തന്നെയാണ് അല്ലേ. പക്ഷെ അത് രണ്ടാമത്തെ വട്ടം കൊടുത്തപ്പോൾ അത് എന്തായില്ല, അസുഖം മാറാതെ അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ആദ്യത്തെ ബാക്ടീരിയയ്ക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകളല്ല, അതിനേക്കാളും എന്തൊക്കെയോ പ്രത്യേകതകൾ എന്തിനുണ്ടായിരുന്നു, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായ ബാക്ടീരിയയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരിയല്ലേ? ആദ്യത്തെ ബാക്ടീരിയ മരണപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ എന്തുകൊണ്ടാണ് ആ ബാക്ടീരിയകൾ മരണപ്പെടാഞ്ഞത്, ഈ ആൻറ്റിബയോട്ടിക് എടുത്തപ്പോൾ. അപ്പം അതിനർത്ഥം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വളർന്ന ബാക്ടീരിയകൾക്ക് ഈ മരുന്നിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെ, പ്രതിരോധിച്ച് നിൽക്കാൻ ആ മരുന്ന് കൊണ്ട് ഈ അസുഖം മാറാതെ ഇരുന്നു. അതല്ല അതിൻ്റെ അർത്ഥം, ആ മരുന്നിനെ ചെറുക്കാനുള്ള ശക്തി ആർക്കുണ്ടായിരുന്നു എന്നാണ്, ആ ശരീരത്തിലുണ്ടായിരുന്ന ആ ബാക്ടീരിയകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് എവിടെ നിന്നാണ് ആ ഒരു റെസിസ്റ്റിംഗ് പവർ ലഭിച്ചത്, എവിടെ നിന്നായിരിക്കും? ആദ്യം ഉണ്ടായിരുന്ന ബാക്ടീരിയയുടെ കുട്ടികൾ തന്നെയാണ് ഈ സെറ്റ് ബാക്ടീരിയയുടെ ക്രാങ്ങളും. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന ബാക്ടീരിയനേക്കാളും പവർഫുള്ളായല്ലേ രണ്ടാമത്തെ ഒന്നായിരിക്കില്ല, ഒരുപാട് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ചട്ടപ്പടയെന്നും പറഞ്ഞിങ്ങാണ്ടാണ് അവരെ റീപ്രൊഡക്ഷൻ നടക്കുക അല്ലേ. അപ്പോൾ പിന്നീട് കുറേ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് എന്ത് ലഭിച്ചത്, റെസിസ്റ്റിംഗ് പവർ ലഭിച്ചത്. മ്യൂട്ടേഷൻ മുഖേനയാണ് അവർക്ക് എന്ത് ലഭിച്ചത്, ആ ഒരു റെസിസ്റ്റിംഗ് പവർ ലഭിച്ചത്. നമ്മൾ കഴിഞ്ഞ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് മ്യൂട്ടേഷൻ എന്താണ്, വേരിയേഷൻ എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ അവയ്ക്ക് ഈ മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഓരോ തലമുറകൾ കഴിയും തോറും അവർക്ക് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയകളെ നമ്മൾ പറയുന്നത് പേരെന്താണെന്നറിയോ, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? എക്സാമ്പിളായിട്ട് നമുക്ക് സൂപ്പർ ബാഗുകൾ എക്സാമ്പിളാണ് അതിനെന്ത്, സൂപ്പർ ബാഗ്സ്. അപ്പം നമ്മളതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി തന്നെ കഴിക്കണം അല്ലേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൽ മുഴുവനായിട്ടും ആ ബാക്ടീരിയകൾ കൊല്ലപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ആ ബാക്ടീരിയകൾക്ക് എന്ത് സംഭവിക്കുകയാണ്, ആ റെസിസ്റ്റിംഗ് പവർ കിട്ടാണ്. ആ മരുന്നിനെതിരെ പോരാടാനുള്ളൊരു കഴിവ് ആ ബാക്ടീരിയയ്ക്ക് കിട്ടും. ആ ബാക്ടീരിയ കുഞ്ഞുങ്ങളുണ്ടാക്കി വരുമ്പോൾ എന്ത് സംഭവിക്കും,
ആ കുഞ്ഞുങ്ങൾക്കെല്ലാം എന്തുണ്ടായിരിക്കും, ഈ റെസിസ്റ്റിംഗ് പവർ ഉണ്ടായിരിക്കും. പിന്നെ നമ്മ പോയി പിന്നെയും ആ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ എന്ത് സംഭവിക്കില്ല, നമ്മുടെ അസുഖം മാറൂല. ഡോക്ടർമാർ നമ്മളോട് പറയാറില്ല ഈ മരുന്ന് കഴിച്ച് മാറിയില്ലെങ്കിൽ അഡ്മിറ്റ് ആക്കണമെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിലും ഡോസുള്ള, അതിലും പവറുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കഴിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഈ സൂപ്പർ ബാഗ് നോക്കാം. ബാക്ടീരിയ ദാറ്റ് ആർ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ് multiply and causes diseases. This resistance causes due to the mutation can be transmitted to their next generation. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്പിൾ ചെയ്യാണ് അല്ലേ. മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതെന്തുണ്ടാക്കും? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഈ ഒരു കഴിവ്, അതായത് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ആ ബാക്ടീരിയയുടെ കഴിവ് എന്ത് ചെയ്യാണ്? ഒരു ജനറേഷനിൽ നിന്ന് അവരെന്ത് ചെയ്യണം? മറ്റൊരു ജനറേഷനിലേക്ക് കൈമാറപ്പെടും അല്ലേ. നമുക്കറിയാം നമ്മുടെ DNA ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാണ്. അപ്പം അതുപോലെ ഈ ബാക്ടീരിയകളും എന്ത് ചെയ്യണം? അവരുടെ ഈ കഴിവുകൾ അവരെ മക്കൾക്ക് കൊടുക്കും. എന്നാ പിടിച്ചോ എന്നും പറഞ്ഞു. അങ്ങനെ അങ്ങനെ തലമുറകൾ ഇങ്ങനെ കൈമാറി വരും. അപ്പോൾ കാലക്രമേണ അപ്പം എന്ത് സംഭവിക്കും? പ്രതിരോധശേഷി കൂടുതലുള്ള ബാക്ടീരിയകളുടെ എണ്ണത്തിൽ എന്ത് സംഭവിക്കും? അവിടെ വർധനവുണ്ടാവും. ഇത് സൂപ്പർ ബാഗുകളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കും അല്ലെ. ഇത് സൂപ്പർ ബാഗുകൾ, അങ്ങനെ ഈ റെസിസ്റ്റിംഗ് പവറുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സൂപ്പർ ബാഗുകൾ എന്ന് പറയാം. മൾട്ടിഗ്രേഡ് റെസിസ്റ്റൻസ് പവറുള്ള ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അവിടെ വരും അല്ലേ. അപ്പം നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവയെ കൊല്ലാനുള്ളൊരു ശേഷി ഉണ്ടാവില്ല. ശരിയല്ലേ? ആ പഴയ ആൻറ്റിബയോട്ടിക്കുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ആര് നേടിയെടുത്തു? ഈ ബാക്ടീരിയകൾ നേടിയെടുത്തു. ഇത്തരം ബാക്ടീരിയകളുടെ രൂപപ്പെടൽ ആരോഗ്യ സംരക്ഷണത്തിൽ മുഖ്യ ആശങ്കയായി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂപ്പർ ബാഗുകൾ എന്താണ്? റെസിസ്റ്റിംഗ് പവർ നേടിയിട്ടുള്ള ബാക്ടീരിയകൾ, അതായത് ആൻറ്റിബയോട്ടിക്കുകൾ. നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ പേരാണെന്ത്? ആൻറ്റിബയോട്ടിക്കുകൾ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയനെ കൊല്ലാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയ കാരണക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ തരുന്നത്. ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ കഴിവുള്ള ആൻറ്റിബയോട്ടിക്കുകളെ എന്താണ് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത ബാക്ടീരിയകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താവും അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്കതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സൂപ്പർ ബാഗ്സ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്ടീരിയക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല ഗുണങ്ങളും എന്തായിക്കോട്ടെ, നല്ലതായാലും മോശമായാലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ ലാസ്റ്റ് ഉണ്ടായതാണ് ഒരു സൂപ്പർ ബാഗ് അല്ലേ. റെസിസ്റ്റിംഗ് പവറൊക്കെ ഉള്ള സൂപ്പർ ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയ. അപ്പം അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും അവയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, മ്യൂട്ടേഷൻസ്, വേരിയേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് എന്തിന് കാരണമായതെന്നാണ് പറയണത്? ഇവല്യൂഷൻ, പരിണാമത്തിന് കാരണമായെന്നാണ് പറയണത്. ഇനി ഓരോ ശാസ്ത്രജ്ഞന്മാർക്കും അവരുടേതായ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെയാകാം പരിണാമം ഉണ്ടായത്, ഇങ്ങനെയാകാം പരിണാമം ഉണ്ടായതെന്നൊക്കെ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മ ഇനി നോക്കുന്നത്. ലാക്മാർക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരെന്ന് വെച്ചാൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. എന്നുവെച്ചാൽ എന്താണ്? ആർജിക്കുക അല്ലേ. അവർ ആ ഒരു സ്വഭാവം എന്ത് ചെയ്യണം? ആർജിക്കണം. അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആർജിക്കുകയാണ് അല്ലേ. അപ്പം ഇപ്പോൾ അതിൻ്റെ അടിയിൽ ജിറാഫിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആദ്യം അതെന്ത് ചെയ്ത് താഴത്തുള്ള പുല്ലുകളൊക്കെ തിന്നാനാണ് നോക്കിയത്. അപ്പം അതിൻ്റെ കഴുത്തിന് വലിയ നീളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതിങ്ങനെ വലുതാക്കി ഒന്ന് മരത്തിൽ നിന്നൊക്കെ എത്തിച്ച് തിന്നാൻ നോക്കിയപ്പോൾ അവയുടെ കഴുത്തിൻ്റെ നീളം എന്ത് ചെയ്ത് കൂടി വരാണ്. കൂടി എന്ന് വെച്ചാൽ ഒരു ജിറാഫിൻ്റെതല്ല കേട്ടോ. ഒരു ജിറാഫിൻ്റെ ഒരു ഇത്തിരിക്കോളം കൂടി അത് അടുത്ത ജനറേഷനിലേക്ക് കൊടുത്തു. അപ്പോൾ അത് അടുത്തേക്ക് കൂടി, പിന്നെ അത് അടുത്ത ജനറേഷനിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് എന്ത് സംഭവിച്ചതെന്ന്, ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടു പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജിറാഫ് വിത്ത് ഷോർട്ട് നെക്ക് ദാറ്റ് ഫീഡ് ഓൺ ഗ്രൗണ്ട്. പണ്ട് കാലത്തെ ജിറാഫ് എന്തായിരുന്നു? കുഞ്ഞു നെക്കുള്ളതായിരുന്നു. എന്നിട്ട് എന്താണ്? താഴത്തുനിന്നായിരുന്നു കഴിച്ചിരുന്നത്. ദ ജിറാഫ് നെക്ക് ഇലോങ്ങർ gets
ആസ് ഇറ്റ്സ് സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ഫോർ ലീവ്സ് ഫ്രം ഹയർ ബ്രാഞ്ചസ് ഡ്യൂ ടു ഫുഡ് സ്കേഴ്സിറ്റി. അപ്പം ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം വന്നപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പുല്ലിന് പകരം ചെടികളുടെ അല്ലെങ്കിൽ മരങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കഴുത്തെത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ കഴുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? നീളാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്വയർഡ് ക്യാരക്ടേഴ്സ് വേർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. അപ്പോൾ ഈ ഒരു അക്വയർ ചെയ്ത ക്യാരക്ടർ അല്ല, അവ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ അവർ നേടിയെടുത്തതാണ്, അക്വയർ ചെയ്തതാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് ആ കഴുത്ത് നീണ്ട ജിറാഫ് എന്ത് ചെയ്ത് ആ കഴുത്ത് നീണ്ട ജിറാഫിൻ്റെ കുഞ്ഞുങ്ങൾ അതേപോലത്തത് ഉണ്ടായി. അങ്ങനെ അവർ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന വലിയ കഴുത്തുള്ള ജിറാഫ് ഉണ്ടായെന്നാണ് ആര് പറയണത്? ലാൻഡ്മാർക്ക് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേര് ലാൻഡ്മാർക്കിസം എന്നാണ്. അദ്ദേഹമാണ് ബയോളജിയിൽ ആദ്യമായിട്ട് ഇവല്യൂഷന് വേണ്ടിയിട്ട് ഒരു ഇവല്യൂഷൻ എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ ഇവല്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയത് ആരാണ്? അദ്ദേഹമാണ്. അപ്പം ആ ഒരു കാര്യത്തെ നമ്മൾ ലാൻഡ്മാർക്കിസം എന്ന് പറയും. ലാൻഡ്മാർക്കിൻ്റെ തിയറിയാണ് നമ്മൾ എന്താ പറയുക? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, അത് നമുക്ക് തെറ്റിപ്പോകത്തൊന്നുമില്ല. പക്ഷെ പിന്നീട് കാലങ്ങളിൽ ഇത് തെറ്റാണെന്ന് തെളിയിച്ചു. കാരണം അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് തെളിയിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു തിയറി ഫെയിലാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ, ലാൻഡ്മാർക്കിൻ്റെ ആശയങ്ങളെ എന്തെന്നാ പറയുക? ലാൻഡ്മാർക്കിസം എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ്? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം. അപ്പം ആ ഒരു മാർക്കിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പഠിച്ചു വയ്ക്കാം. എന്നാലും കഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ആരും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണ്ടേ. പിൻകാലത്ത് വേറൊരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ആ ഒരു ശാസ്ത്രജ്ഞൻ എന്തെന്ന് വെച്ചാൽ ഒരു എലിനെ എടുത്തിട്ട് അതിൻ്റെ വാല് കട്ട് ചെയ്തു. അപ്പോൾ അടുത്ത തലമുറയിലുണ്ടായ എലിക്കുഞ്ഞിന് എന്തുണ്ടായി? വാലുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ വാലും കട്ട് ചെയ്തു. അങ്ങനെ ഒരു പരീക്ഷണമൊക്കെ നടത്തി നോക്കി. പക്ഷേ 21ാമത്തെ തലമുറയിലുണ്ടായിരുന്ന എലിക്കുഞ്ഞിക്ക് എന്തുണ്ടായി? വാലുണ്ടായി. ഓരോ തലമുറയിലുണ്ടാവുന്ന എലിയുടെയും വാല് ഇദ്ദേഹം കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ 21ാമത്തെ തലമുറയിലെ കുഞ്ഞിനും എന്തായി? വാലോട് കൂടിയുള്ള എലിക്കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ക്യാരക്ടർ, അതായത് അങ്ങനെ ആർജിക്കുന്ന ക്യാരക്ടർ എന്ത് ചെയ്യുന്നില്ല? തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. അല്ല, ഇദ്ദേഹം പറഞ്ഞത് പരിസ്ഥിതിയിലുണ്ടാവുന്ന ദൗർലഭ്യമോ മറ്റു വ്യത്യാസങ്ങളോ ഇവയ്ക്കൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. ആ ഒരു കാര്യം മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് ആര് പറഞ്ഞത്? ലാൻഡ്മാർക്ക് പറഞ്ഞത്. ഇപ്പം ജിറാഫിൻ്റെ കേസ് തന്നെ, കഴുത്തിങ്ങനെ നീട്ടി വന്നപ്പോൾ നീണ്ട കഴുത്തുള്ള ഒരു ജിറാഫായി. പിന്നത്തെ തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു കൈമാറ്റം എവിടെ നടക്കില്ല എന്ന് ആര് തെളിയിച്ചു? മറ്റു ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുന്നില്ല അല്ലേ? നമുക്ക് ഇന്നറിയാം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ജെനറ്റിക്സിൽ, ജീനിൽ അല്ലേ മാറ്റം വന്നാൽ മാത്രം അതെന്താവുള്ളൂ? അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നല്ലേ ഉള്ളൂ. അല്ലാതെ സ്വയാർജിതമായൊരു വ്യതിയാനങ്ങൾ എന്ത് ചെയ്യത്തില്ല? കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റു ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. അതോടുകൂടി ഈ ഒരു തിയറി എന്തായി? കൺസെപ്റ്റ് പരാജയപ്പെടാണ് ചെയ്തത്. അടുത്തൊരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ് പറയുക? ഡാർവിനിസം എന്നാണ് പറയുക. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. മനസ്സിലായില്ലേ? സിമ്പിൾ പേരാണ് അല്ലേ? ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. അപ്പം അദ്ദേഹം ഒരു നല്ലൊരു എഡ്യൂക്കേഷനൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ, വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ അംഗമായിരുന്നു. അദ്ദേഹം നമ്മളെപ്പോലൊക്കെ തന്നെ വലിയ സ്റ്റാറൊന്നും ഇരുന്നില്ല ക്ലാസ്സിൽ. പക്ഷെ ഒരു ശരാശരി ഒരു വിദ്യാഭ്യാസം ഒരു നിലനിർത്തിയിരുന്ന, ശരാശരിയൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മളൊക്കെ പോലെ തന്നെ അങ്ങനെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ ഒരു കപ്പലിൻ്റെ പേര് കണ്ടില്ലേ? എന്തായിരുന്നു? HMS ബീഗിൾ എന്ന കപ്പലിൽ അദ്ദേഹം ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 5 വർഷത്തെ യാത്ര ആരംഭിക്കുകയാണ്. എത്രാമത്തെ വയസ്സിലാണ്? 22ാമത്തെ വയസ്സിൽ. വയസ്സൊന്നും പ്രാധാന്യമില്ല കേട്ടോ. ഏത് കപ്പലാണെന്ന് ചോദിക്കും. ഏതാണ്? HMS ബീഗിൾ എന്ന കപ്പലിലാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്.
ഈ യാത്രയിൽ അദ്ദേഹം തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്തു, പര്യവേഷണം നടത്തി. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പലതരത്തിലുള്ള സസ്യങ്ങൾ, ജന്തുക്കളുടെയൊക്കെ വൈവിധ്യങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം 5 വർഷങ്ങൾക്ക് ശേഷം എവിടേക്ക് എത്തി? നമ്മുടെ അദ്ദേഹത്തിൻ്റെ രാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത്, ഡാർവിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ, അദ്ദേഹം ഈ വസ്തുക്കളിലൊക്കെ എന്ത് ചെയ്തു, നിരീക്ഷണങ്ങളും കുറിപ്പുകളും വിശകലനമൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റു ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ എന്ത് ചെയ്തു, കത്തിടപാടുകളിലൂടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുസ്തകമായിട്ട് പുറത്തിറക്കി. അതാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം അദ്ദേഹം പുറത്തിറക്കി. അതിൽ ഡാർവിൻ്റെ ആശയങ്ങൾ വിപുലീകരിച്ച് എന്ത് ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം വിപുലീകരിച്ച് എന്നുവെച്ചാൽ ഇവല്യൂഷനെ കുറിച്ചുള്ള ആശയങ്ങളാണ് അദ്ദേഹം എഴുതിയത്. പക്ഷെ ആദ്യകാലങ്ങളിൽ നമ്മളെപ്പോലെ തന്നെ എന്ത് കണ്ടാലും അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അന്ന് അതെന്താണ്, ആദ്യം പുറത്തിറങ്ങിയ ഒരു സമയങ്ങളിലൊക്കെ ഈ പരിണാമ സിദ്ധാന്തത്തിന് എന്തായിരുന്നു, വ്യാപകമായിട്ടുള്ളൊരു സ്വീകാര്യതയൊന്നും ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടെത്തലുകൾ പ്രധാനമായിട്ടും അദ്ദേഹം 5 കാര്യങ്ങളായിട്ടാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ആ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അതിൽ മേജറായിട്ട് 5 ഐഡിയകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേതാണ് എന്ത്, ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം എന്ന് വെച്ചാൽ എന്താണ്, നിലനിൽക്കാവുന്നതിലും അധികം സന്താനങ്ങളെ അവ ഉൽപ്പാദിപ്പിക്കുക അല്ലെ. ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, പ്രൊഡ്യൂസ് മോർ ഓസ്പ്രിങ്സ് ദാൻ എൻവിയോൺമെൻറ്റ് ക്യാൻ സപ്പോർട്ട്. പ്രകൃതിക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ അല്ലെ, പ്രകൃതി നിലനിൽക്കുന്നതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യാണ് അവർ, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്, വ്യതിയാനങ്ങൾ, വേരിയേഷൻസ്. ജീവികളിൽ എന്തുണ്ടാവണം, പലതരത്തിലുള്ള മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം, ഇങ്ങനെ പലതരത്തിലുള്ള സവിശേഷതകൾ ജീവികളിൽ പരസ്പരം എന്താണ് വ്യത്യാസപ്പെട്ടിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചിലവയ്ക്ക് എന്തായിരിക്കും, ഗുണകരമാവാം, ചിലയ്ക്ക് എന്തായിരിക്കാം, ദോഷകരമാവാം ഈ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നത്. ഇനി അടുത്തത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ, എന്താണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഓവർ പോപ്പുലേഷൻ ആയപ്പോൾ എന്തായി, ഭക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾക്കും എന്തായി, അവിടെ ദൗർലഭ്യം നേരിടേണ്ടി വന്നു അല്ലേ. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ജീവികൾക്കിടയിൽ എന്തുണ്ടാവാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം അല്ലേ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അർഹതയുള്ളവയുടെ അതിജീവിക്കൽ, അടുത്ത സ്റ്റെപ്പ് എന്താണ്, സർവൈവ് ഓഫ് ദ ഫിറ്റ്നസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഓവർ പോപ്പുലേഷനാണ്, ഓവർ പ്രൊഡക്ഷൻ. പിന്നെന്തായി, വേരിയേഷൻസ്, നല്ല വേരിയേഷൻസ് ആവാം, ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഈ ഓവർ പ്രൊഡക്ഷൻ കാരണം ജീവികൾക്കിടയിൽ എന്തായി, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരം അല്ലേ, അതുണ്ടായി. ഇനി അർഹതയുള്ളവയുടെ അതിജീവിക്കൽ, സർവൈവ് ഫോർ ദ ഫിറ്റ്നസ്. അനുകൂലമായ വ്യതിയാനങ്ങളുള്ള ജീവികൾ എന്ത് ചെയ്ത്, അതിജീവിച്ചു. മാറ്റങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞില്ല, എല്ലാ ജീവികളിലുണ്ടായ മാറ്റങ്ങൾ ഒരുപോലെയല്ല. അപ്പോൾ ഈ ഉണ്ടായ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു അതിജീവിക്കാൻ കഴിഞ്ഞവ മാത്രം നിലനിൽക്കുകയും മറ്റുള്ളവ എന്താവാണ്, നാമാവശേഷമായി പോവുകയുമാണ് ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പ്രകൃതി നിർദ്ധാരണം, നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നടന്ന് പുതിയ ജീവിവർഗമായി മാറലല്ലേ. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറുന്നു. കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികളുണ്ടാകുന്നു. ഇവ പുതിയ ജീവിവർഗമായി മാറുന്നു. മനസ്സിലായ? ഈ ഒരു മാറ്റങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഓരോ തലമുറകൾ ഇവർ കൈമാറി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു തലമുറ ഇപ്പോൾ 2 സെക്ഷനാക്കി തിരിക്കുക. ഒരു തലമുറ ഇങ്ങനെ കൈമാറ്റിപ്പോയി, മറ്റേ തലമുറ വേറെ രീതിക്കും കൈമാറിപ്പോയി. പക്ഷേ ഈ തലമുറ ഒന്നാമത്തെ വരിയിൽ പോയ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ പോലെയല്ല എന്തിലുണ്ടായിട്ടുണ്ടാവുക, രണ്ടാമത്തെ വരിയിലുണ്ടായിരുന്ന അവയ്ക്കുണ്ടായ മാറ്റങ്ങൾ. അങ്ങനെ കുറേ ജനറേഷൻ കഴിയുമ്പോൾ ഈ 2 എണ്ണവും തമ്മിൽ എന്തായി,
ഭയങ്കര വ്യത്യാസമായില്ലേ? അതെ, ആദ്യ വരിയിൽ പോയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടായ ജീവിയും രണ്ടാമത്തെ വരിയിൽ പോയിട്ട് മാറ്റങ്ങളും അവർക്ക് വേറെ വേറെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത് അല്ലേ. അപ്പം ഈ രണ്ട് തരത്തിലുള്ള ജീവികൾക്കും തമ്മിൽ എന്തായി? അവർ പരസ്പരം ചേർന്ന് പിന്നെ ഒരു പ്രത്യുൽപാദനം അവിടെ നടക്കുമോ? ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. രണ്ടെണ്ണം രണ്ട് തരത്തിലുള്ള ജീവിവർഗങ്ങളായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 5 മേജർ ഐഡിയാസ് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ്, നാച്ചുറൽ സെലക്ഷൻ. നോക്കി, അദ്ദേഹം ജിറാഫിൻ്റെ കേസ് തന്നെയായിട്ട് പറയണത്. ഇപ്പം ലാൻഡ്മാർക്ക് പറഞ്ഞത് എന്താണ്? ജിറാഫ് ഏർലിയസ്റ്റ് പീരീഡ് പൊസസ് ഷോർട്ട് നെക്ക്. ജിറാഫിന് കുഞ്ഞു നെക്കായിരുന്നു. അപ്പോൾ ജിറാഫ് മറ്റേ ഡാർവിനിസത്തിൽ എന്താ പറയുന്നത്? ജിറാഫ് വിത്ത് നെക്ക് ഓഫ് വേരിയിങ് ലെങ്ത്. പല അതായത് അവരുടെ റീപ്രൊഡക്ഷനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്? ചിലത് കുഞ്ഞു നെക്കായിരുന്നു, ചിലത് എന്താണ് നീളമുള്ള നെക്കുകളുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. പിന്നെ ലാൻഡ്മാർക്ക് പറഞ്ഞു. അപ്പോൾ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജിറാഫ് നെക്ക് നീട്ടാൻ തുടങ്ങി. അപ്പോഴാണ് എന്ത് ചെയ്ത്? നെക്ക് വലുതായി വന്ന് അങ്ങനെയാണ് ഇന്ന് കാണുന്ന ജിറാഫ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണ്? 2 തരം വേരിയേഷൻസ് ഉണ്ടായിരുന്നു എന്നല്ലേ. നെക്ക് കുറവുള്ളതും നെക്കിന് നീളമുള്ളതുമായ ജിറാഫുകൾ ഉണ്ടായിരുന്നു. അപ്പം നെക്കിന് നീളം കുറവുള്ള ജിറാഫുകൾ എന്ത് ചെയ്തു? ഫുഡ് കിട്ടാതെ അവ മരണപ്പെടുകയും നെക്ക് കൂടുതൽ നീളമുള്ളവ എന്തായത്? സർവൈവ് ചെയ്ത് പോരുകയും ചെയ്തു എന്നാണ് ഡാർവിനിസത്തിൻ്റെ കൺസെപ്റ്റ്. ലാൻഡ്മാർക്കിസത്തിന് കിട്ടിയ കുറ്റപ്പെടുത്തലുകൾ പോലെ തന്നെ ആർക്കും കിട്ടി? ഡാർവിനും കിട്ടിയിട്ടുണ്ട്. ഡാർവിനിസത്തിനും ഒരുപാട് പോരായ്മകളുണ്ടെന്നും പല ഇതും അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സത്യമാണെന്നുള്ളത് പിന്നീട് ആർക്ക് തെളിയിക്കാൻ പറ്റി? തെളിയിക്കലല്ല, നമ്മളുടെ മെൻ്റലിൻ്റെ ജനിതക ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചില്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആർക്ക് സപ്പോർട്ടായി വരാണ്? നമ്മളുടെ ഡാർവിനിസത്തിന് സപ്പോർട്ടായി വരാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ജനറ്റിക് പരമായിട്ട് അവയുടെ കഴിവുകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ തെളിഞ്ഞു. അപ്പോൾ ഓരോ ജീവികളും പരിണാമത്തിലൂടെയാണ് ഇന്ന് കാണുന്ന പല ജീവികളായെന്നാണ് നമുക്കതൊരു തെളിവുകളും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എല്ലാ ജീവികളും ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്നായിരിക്കും തുടക്കം. പിന്നെ അതിനിങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച് ആ മ്യൂട്ടേഷൻ എന്താണ്? ആ ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ തലമുറകൾ കൈമാറി പോകുമ്പോൾ അത് ഒരെണ്ണം ഒരു തരത്തിലുള്ള ജീവിയും മറ്റൊന്ന് വേറെ ഒരു തരത്തിലുള്ള ജീവികളൊക്കെ ആയിട്ട് മാറ്റം സംഭവിക്കുക അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചായിരിക്കും പിന്നെ അത് രണ്ടെണ്ണം ആയിട്ട് 2 തരത്തിലുള്ള ജീവികളായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാത്തിനും തുടക്കമിട്ടിട്ടുള്ള ഒരു ജീവി ഉണ്ടായിരിക്കും അല്ലേ. അതാണ് നമ്മളിവിടെ ബ്ലൂ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, കണ്ടില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂക്ക എന്ന് വിളിക്കുന്നത്. കണ്ട, ബ്ലൂ കളറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരെണ്ണം ഒരു കുത്ത്, അതാണ് എന്ത്? ലൂക്ക. LUCA എന്നാണ്. LUCA, ലൂക്ക എന്ന് വിളിക്കും. അപ്പം ലൂക്ക എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയണം? അതിൻ്റെ ഫുൾ ഫോം ഇതാണ്: ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. എന്താണ്? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, സാർവത്രിക പൊതുപൂർവികൻ. അപ്പം എല്ലാവരുടെയും പൂർവികൻ ആരാണെന്ന്? ലൂക്കയാണ്. ഈ ലൂക്ക എന്തായി? 2ആയി തിരിയുന്നത് അല്ലേ. അവിടെ നോക്കിയാൽ ആ 2ആയി തിരിയുന്നിടത്തൊരു റെഡ് ഉണ്ട് അല്ലേ. റെഡ്, ആ റെഡാണ് MRCK. അതിനെ മാർക്കാന്ന് വായിക്കൂല, MRCA എന്ന് തന്നെ വായിക്കുള്ളൂ കേട്ടോ. MRCA എന്താണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസെസ്റ്റർ. അപ്പം ഇവിടെ 2ആയിട്ട് തിരിയണതിന് ഒരു ആൻസെസ്റ്റർ ഉണ്ടായിരിക്കും അല്ലേ, ഒരു പൂർവികൻ. അതാണ് MRCA. കൺഫ്യൂഷൻ ആവണ്ട. എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒറ്റൊരു പൂർവികനിൽ നിന്നാണ്. അതാണ് ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. മനസ്സിലായി? എല്ലാ സാർവത്രിക പൊതുപൂർവികൻ, എല്ലാവരുടെയും പൂർവികൻ. അതാണ് ആ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് ലൂക്ക. ഈ ലൂക്ക എന്തായി? പിന്നൊരു ചുമന്ന റെഡിലേക്ക് എത്തിയിട്ട് അത് യു ഷേപ്പിൽ ഒരെണ്ണം ബാക്ടീരിയയും പിന്നെ വേറൊന്ന് യൂക്കാരിയ, ആർക്കിയ അങ്ങനെയായിട്ട് തിരിയാനായിട്ട് പോയല്ലേ. അപ്പം അതിൻ്റെ ആ തിരിയണ ഭാഗത്തൊരു ചുമപ്പ കുത്ത് കണ്ടില്ലേ, അതാണ് MRCA. അതിനെന്താ പറയുക? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. അതായത് നമ്മുടെ ഈ ബാക്ടീരിയയും ആർക്കിയ, യുക്കാരിയ തമ്മിൽ ഉണ്ടായത് എന്താണ്? ഒരു ആളിൽ നിന്നാണ്.
അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ ഒരു ജീവിയാണ് നമ്മൾ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. ആ വ്യക്തിയിൽ വ്യതിയാനങ്ങൾ വന്നിട്ട്, ആ ഒരു ജീവിയിൽ വ്യതിയാനങ്ങൾ വന്നിട്ടാണ് എന്ത്, ഈ ബാക്ടീരിയയും പിന്നെ മറ്റേ യൂക്കാരിയ ആർക്കിയയുമായി തിരിയുന്ന ജീവജാലങ്ങളിലേക്ക് മാറിയത്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, MRCA മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് പറയും. അപ്പോൾ യൂണിവേഴ്സൽ ദ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ലൂക്കയിൽ നിന്നും രണ്ടായി തിരിഞ്ഞു അല്ലേ. ലൂക്ക ഇങ്ങനെ പോയി അതിനെന്തോ മ്യൂട്ടേഷനും വേരിയേഷനും ഒക്കെ സംഭവിച്ചിട്ട് ഒരു ജീവജാലമായി. ആ ജീവജാലം അതാണ് MRCA. അതിൽ നിന്നുമാണ് ബാക്ടീരിയയും പിന്നെ മറ്റേത് രണ്ടും ആർക്കെയും യൂക്കാരിയയും ഉണ്ടാവാനുള്ള ഒരു കാരണമായത്. ഒരെണ്ണം ബാക്ടീരിയ ആയിട്ട് തന്നെ പോയി, അതിന് പ്രത്യേകിച്ച് മ്യൂട്ടേഷനോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ട് വേറൊരെണ്ണം ആയില്ല, മനസ്സിലായോ? പക്ഷേ രണ്ടാമത്തെ സൈഡിൽ പോകുന്നത് എന്തായി, താഴത്തേക്ക് നോക്കി താഴത്തെ സൈഡിൽ വന്നത് എന്തായി, ആർക്കിയയും യൂക്കാരിയയുമായി അല്ലെ. ഈ ആർക്കിയയ്ക്ക് വ്യത്യാസങ്ങളൊന്നും വരാതെ ആർക്കിയ തന്നെയായിപ്പോയി. പക്ഷേ യൂക്കാരിയയിലുള്ള ജീവജാലങ്ങൾ ഇങ്ങനെ പോയപ്പോൾ അതിന് വീണ്ടും മ്യൂട്ടേഷനുകൾ സംഭവിച്ചു. അപ്പോൾ കണ്ട അവിടെ ഒരു ചുമന്ന് കുത്തു വന്നത്, അതാണ് അതിൻ്റെ ആരുടെ പൂർവികരായിട്ട് വരുന്നത്, പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്, ഫംഗെ, ആനിമാലിയ. ഇത് എത്ര 4 കൂടി ഒരു പൂർവികനാണ് ആ ഒരു ചുമന്ന് കുത്ത്. പിന്നെ അതിൽ നിന്നും പിന്നെയും വന്ന് ഏറ്റവും താഴത്തേക്ക് വന്നപ്പോൾ ഒരു ചുമന്ന് കുത്ത് വന്നിട്ട് അതെന്താ ഫഞ്ചെ ആനിമാലിയയുമായ അല്ലേ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്താണ് ഒരുപാട് സാമ്യങ്ങളുണ്ടായിരിക്കും, ആർക്ക്, ഫഞ്ചയ്ക്കും ആനിമാലിയയ്ക്കും. അപ്പോൾ അതിനൊരു പൂർവികനാണ് MRCA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുത്ത്. പിന്നെന്താണ്, ഇവയെല്ലാവർക്കും കൂടി ഒറ്റ പൊതുവായൊരു പൂർവികൻ ഉണ്ടായിരുന്നതാണ് ആ യൂക്കാരിയുടെ അടുത്തുള്ള ഒരു ചുമന്ന കുത്ത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൂർവികനുണ്ട്, അതാണ് നമ്മുടെ ലൂക്ക. ഇനി ഇപ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ എടുത്തേക്ക് ആനിമാലിയ, ഫഞ്ച. കണ്ടോ, ഒരു മനുഷ്യൻ്റെയും പിന്നെ ഒരു കൂണിൻ്റെയും ചിത്രം കൊടുത്തിരിക്കുന്നത്. ഈ ആനിമാലിയ ഫഞ്ചയ്ക്കും ഒരുപാട് സാമ്യതകളുണ്ട് അല്ലേ. അപ്പം ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് ഒരൊറ്റ ജീവിജാലത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഒരു സെക്ഷൻ ഫഞ്ചി ആയിപ്പോയി, മറ്റൊരു സെക്ഷൻ ആരായിപ്പോയി, ആനിമാലിയ ആയിപ്പോയി. അപ്പം ഇവരെ രണ്ടുപേരും ഇങ്ങനെ തിരിയണേന് മുമ്പ് ഒരു പൂർവികൻ അവിടെ ഉണ്ടായില്ലേ, അതാണ് ആ ചുമന്ന കുത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഫഞ്ചയ്ക്കും ആനിമാലിയുടെയും പൂർവികർക്ക് പ്ലാന്റേയും പ്രൊട്ടിസ്റ്റയുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്ക് 3 പേർക്കും കൂടി എന്താണ് ഒരു പൂർവികൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ യൂക്കാരിയുടെ മുന്നിലുള്ള ആ ചുമന്ന കുത്ത്. കണ്ട, അതിൽ നിന്നാണ് ആരൊക്കെ ഉണ്ടായത്, പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ച്, ആനിമാലിയ തുടങ്ങിയ ഈ 4 ഉണ്ടായിട്ടുള്ളത്. അതാണ് അവിടെ കണ്ട ചുമന്ന കുത്ത്. ഇനി ഇവയെല്ലാവരും ആരിൽ നിന്നാണ് വന്നത്, യൂക്കാരിയയിൽ നിന്നാണ് വന്നത്. ഈ യൂക്കാരിയ പിന്നെ 3ആയി തിരിഞ്ഞതാണ് കേട്ടോ. പിന്നെ യൂക്കാരിയയും ആർക്കിയയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ സാമ്യതകളുണ്ട്. അപ്പോൾ ഈ സാമ്യതകളെല്ലാം വരാൻ കാരണം എന്താണ്, ഇവരെ രണ്ടുപേർക്കും കൂടി പൊതുവായിട്ടൊരു പൂർവികൻ ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ. അതാണ് യൂക്കാരിയുടെയും ആർക്കിയുടെയും ഇടയിലുള്ള ഒരു ചുമന്ന കുത്ത്. ഇനി ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും ബാക്ടീരിയയ്ക്കും തമ്മിൽ എന്താണ്, എന്തോ ഒരു സാമ്യതകളുണ്ട്. അപ്പം ഇവരെല്ലാവരും അപ്പം എന്തിനായിരിക്കണം, ഇവർക്കൊക്കെ ഒരു കോമൺ ആയ ഒരു പൂർവികൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലേ. അതാണ് ആ കാണുന്ന അടുത്ത ചുമന്ന കുത്ത്. കാര്യം മനസ്സിലായില്ലേ? ഇനി ഇവരെല്ലാവരും ഉണ്ടായത് എന്താണ്, അപ്പോൾ ഒരു യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു പൂർവികനുണ്ട്. അയാളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലൂക്ക എന്ന് വിളിക്കുക. ആ ഒരു ജീവിയെ എന്താണെന്നൊന്നും നമുക്കറിയില്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലൂക്ക എന്ന് വിളിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ലൂക്കയുടെ ഫുൾ ഫോം ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഓഫ് ഓൾ ലിവിങ് തിങ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് എഴുതണം, ലൂക്ക. എല്ലാ ജീവജാലങ്ങളുടെയും അവസാനത്തെ പൊതുപൂർവികനാണ് ആര്, ലൂക്ക. ഓക്കെ. The closest common ancestor of different species can be called. അതായത് തൊട്ടടുത്തുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ ആരാണ്, തൊട്ടടുത്തുള്ള ഒരു പൂർവികൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് എഴുതും, MRCA അല്ലെ, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ. വ്യത്യസ്ത സ്പീഷ്യസുകളും ഏറ്റവും അടുത്തുള്ള പൊതുപൂർവി ജീവി ഏതാണ്, വ്യത്യസ്തമായ 2 സ്പീഷ്യസുകൾ ഉണ്ടായിരിക്കും അല്ലെ. അവയുടെ പൊതുവായൊരു പൂർവികൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം, MRCA. 2 തരത്തിലുള്ള, അതായത് ഒരു ജീവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇങ്ങനെ സംഭവിച്ച് ഒരെണ്ണം ഒരു തരത്തിലുള്ള ജീവിയാവും, മറ്റൊന്ന് മറ്റൊരു തരത്തിലുള്ള സ്പീഷ്യസിലേക്കോ. അപ്പോൾ ഈ 2 സ്പീഷ്യസുകളുടെയും ഏറ്റവും അടുത്തുള്ള പൂർവികൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ എഴുതുക, MRCA മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ. ഇങ്ങനെയായിരിക്കും ചോദ്യം വരാം. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എക്സാം ആവുമ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അതിന് ആൻസർ മാത്രമായിട്ട് നമ്മുടെ 15-20 മിനിറ്റുകളോ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യും. നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും എക്സാമിന്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ നിയോ ഡാർവിനിസം അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഡാർവിനിസത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പിന്നെ അതിൻ്റെ വിമർശനങ്ങളും എല്ലാം കൂടിയും അത് എല്ലാ തെളിവുകളും ചേർന്നെഴുതി മാറ്റിയ ഒരു ഇതാണ്. അത് ഡാർവിനിസത്തിന് ഒരു മാറ്റം വരുത്തി, അതിലെ വിമർശനങ്ങളും അതിലെ യുക്തിവാദവും എല്ലാം കൂടിയും ചേർന്ന് തെളിവുകളും എല്ലാം അടങ്ങിയിട്ട് ഒരു ബുക്കാക്കി മാറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയോ ഡാർവിനിസം ആയി മാറി. ഡാർവിനിസത്തിനെ തന്നെ അതിൻ്റെ എല്ലാ കുറവുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ യുക്തിവാദങ്ങളും തെളിവുകളും എല്ലാം അടങ്ങിയിട്ട് മാറ്റിയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ലാൻഡ്മാർക്കിൻ്റെ തിയറി ഡാർവിനിസത്തിൻ്റെ ആയൊരു 5 ഐഡിയാസ്, മേജർ ഐഡിയാസ്: ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ്, നാച്ചുറൽ സെലക്ഷൻ. ഇതൊക്കെ എക്സാമിന് ചോദിക്കും കേട്ടോ. ആ രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. Although members of a population can produce offsprings with difference through reproduction, they remain as a single species. അതായത് തുടക്കത്തിൽ ഒരു വേരിയേഷനിലൊക്കെ ആയിട്ട് മ്യൂട്ടേഷൻ വരെ അവരെന്ത് ചെയ്യുക, അവർ കുഞ്ഞുങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അപ്പോഴും എന്തായിരിക്കും, ഒരേ സ്പീഷീസിൽ തന്നെ ആയിരിക്കും നിലനിൽക്കുന്നുണ്ടാവാം. മനസ്സിലായില്ല? 1-2 ജനറേഷൻ അവരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൈമാറിപ്പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെന്തായിരിക്കും, അപ്പോഴും ഒരേ സ്പീഷീസിൽ തന്നെയായിരിക്കും നിലനിൽക്കുന്നുണ്ടാവാം. ഇഫ് the members of the populations get is isolated from each others by ecological or other factors. ഏതൊക്കെയാണ്? മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജെനറ്റിക് റീകോമ്പിനേഷൻസ് എക്സെട്ര. സെവറൽ വേരിയേഷൻസ് മൈറ്റ് അക്യൂമുലേറ്റഡ് ഓവർ ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യണം, എന്തെങ്കിലും കാരണത്താൽ ഇവ തമ്മിൽ വേർപെട്ട് പോവാണെന്ന് വിചാരിക്കും. ഈ ജീവി സമൂഹത്തിൽ നിന്നും അവ വേർപെട്ട് പോയി എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നീട് ആ ജീവി സമൂഹം വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർ വളരും അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സെവറൽ വേരിയേഷൻസ് അവർക്ക് എന്ത് ചെയ്യണം, അക്യുമുലേറ്റ് ചെയ്യും, കുമിഞ്ഞുകൂടും. കാലക്രമേണ അവരിൽ ആ വ്യതിയാനങ്ങൾ എന്താണ് കൂടി വരും. പിന്നീട് എന്താവാണ്, ജീവഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായി മാറുന്നു. അതായത് ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു സെക്ഷൻ വേറൊരു രീതിയിലുള്ള ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്നു. ഇവ എന്താണ്, ഈ പഴയ സ്ഥലത്ത് തന്നെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പം ഇവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ മറ്റു ആ ഒരു പിരിഞ്ഞു പോയില്ലേ, ആ ഭാഗത്തുള്ള ജീവജാലങ്ങൾക്ക് എന്തായിരിക്കും, മാറ്റങ്ങൾ ഒരുപാട് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല അല്ലേ. അപ്പോൾ ഇവയ്ക്കുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഇവർ തലമുറകളായി ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് തലമുറകൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ 2 മാറ്റപ്പെട്ട ആ ജീവിയും ഇവിടെ ഉണ്ടായിരുന്ന ജീവികളും തമ്മിൽ എന്താണ്, യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാവും. രൂപത്തിലാവട്ടെ, പല കാര്യങ്ങളിലും. പിന്നെ അവർക്ക് തമ്മിൽ ഒരു റീപ്രൊഡക്ഷൻ, അവർക്ക് പ്രത്യുൽപാദനം സാധ്യമാവില്ല. അത് വേറൊരു സ്പീഷ്യസ് ആയല്ലേ. ഇപ്പോൾ നമുക്കറിയാം കടുവയുടേതൊക്കെ തന്നെയാണ് ഒരു പൂർവികനും പൂച്ചര പൂർവികനൊക്കെ ഒരേപോലെ തന്നെയായിരിക്കും. എന്ന് വെച്ചിട്ട് കടുവയുടെ കുഞ്ഞിനെയും പൂച്ചരയ്ക്ക് കുഞ്ഞുണ്ടാവോ? ഇല്ല. അവർ തമ്മിൽ എന്തായി, 2 വ്യത്യസ്ത സ്പീഷ്യസുകളായി മാറി. അതാണ് അവിടെ പറയുന്നത്.